Dear students, ഞാൻ ധനേഷ്. നമുക്കിന്ന് +1 സുവോളജിയിലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി എന്ന ടോപ്പിക്ക് നോക്കാം. നീറ്റ് എക്സാമിന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. ഡെയിലി ഓരോ പുതിയ ടോപ്പിക്സിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, തൊട്ടടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കാണുന്ന ചിത്രം ഹൈപ്പോതലാമസിൻ്റെയും പിറ്റ്യൂട്ടറിയുടെയും ചിത്രമാണ്. ഇത് രണ്ടും കാണുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. നമ്മുടെ ബ്രെയിനിന് 3 ഭാഗങ്ങളാണ് അല്ലേ? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഈ ഫോർ ബ്രെയിനിൽ വരുന്ന 3 ഭാഗങ്ങളാണ് ഓൾഫാക്ടറി ലോബ്, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആൻഡ് ഡയൻസെഫലോൺ. ഡയൻസെഫലോണിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഹൈപ്പോതലാമസ്. ഡയൻസെഫലോണിൽ വരുന്ന 3 ഭാഗങ്ങളാണ് എപ്പിതലാമസ്, തലാമസ്, ഹൈപ്പോതലാമസ്. അപ്പോൾ ഡയൻസെഫലോണിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് ഹൈപ്പോതലാമസ്. എന്ന് വെച്ചാൽ ഫോർ ബ്രെയിനിൻ്റെ ബേസൽ പാർട്ടാണ്. ഹൈപ്പോതലാമസ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ഇറ്റ് കണ്ടെയ്ൻ സെവറൽ ന്യൂറോ സെക്രീറ്ററി സെൽസ്. അതിൽ ഒരുപാട് ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് വെച്ചാൽ ന്യൂറോണുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറോണുകൾ കൊണ്ടും ന്യൂറോഗ്ലിയ കൊണ്ടൊക്കെയാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതലാമസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂറോണിൻ്റെ സെൽ ബോഡിയിലാണ്. അങ്ങനെയുള്ള ഒരു ന്യൂറോണിൻ്റെ ചിത്രമാണിത്. ഹൈപ്പോതലാമസിൽ ഈ ന്യൂറോണിൻ്റെ സെൽ ബോഡിയിലാണ് ഹോർമോൺ സിന്തസിസ് നടക്കുക. ഒരുപാട് ന്യൂറോണുകളുടെ സെൽ ബോഡികൾ ഗ്രൂപ്പ് ചെയ്ത് കാണുന്നതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയൈ. ന്യൂക്ലിയൈ മീൻസ് ഗ്രൂപ്പ് ഓഫ് സെൽ ബോഡി പ്രസന്റ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓൾ ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആർ കോൾഡ് ന്യൂറോ ഹോർമോൺസ്. ഹൈപ്പോതലാമസിന്റെ എല്ലാ ഹോർമോണുകളും അറിയപ്പെടുന്ന പേര് ന്യൂറോ ഹോർമോൺസ് എന്നാണ്. ന്യൂറോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അതേപോലെ വേറൊരു ടേമാണ് ഗാംഗ്ലിയ. ഗാംഗ്ലിയ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽ ബോഡി പ്രസന്റ് ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം. വേറൊരു വാക്കാണ് ട്രാക്ട്. ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. നമ്മൾ സെൽ ബോഡി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ആക്സോൺ. അപ്പോൾ സെൽ ബോഡികൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആക്സോണുകളും ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ പ്രസന്റ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് കോൾഡ് ട്രാക്ട്. വേറൊരു ടേമാണ് നെർവ് ഫൈബർ. നെർവ് ഫൈബർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഹൈപ്പോതലാമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പിറ്റ്യൂട്ടറി എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ്. ഹൈപ്പോതലാമസ് നെർവസ് സിസ്റ്റത്തെയും എൻഡോക്രൈൻ സിസ്റ്റത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഹൈപ്പോതലാമസ് കണക്ട് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. അതുകൊണ്ട് നമ്മുടെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഒരു മെയിൻ പാർട്ടാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു നെർവ് സ്റ്റോക്ക് കൊണ്ടാണ്. നെർവ് സ്റ്റോക്ക് കൊണ്ടാണ്. അതിനെ ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നു. ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് കണക്ട് വിത്ത് പിറ്റ്യൂട്ടറി വിത്ത് ഹെൽപ്പ് ഓഫ് എ നെർവ് സ്റ്റോക്ക് കോൾഡ് ഇൻഫണ്ടിബുലം. ഹൈപ്പോതലാമസിന്റെ കാര്യങ്ങൾ അതൊക്കെയാണ്. നമുക്കിനി പിറ്റ്യൂട്ടറി കുറിച്ച് നോക്കാം. പിറ്റ്യൂട്ടറി ഈസ് കോൾഡ് ഹൈപ്പോഫൈസിസ്.
physis. Pituitary is called hypophysis. Hypo means below. Physis means growth. Growth or projection. Hypophysis means below growth or below projection. അതായത് ഹൈപ്പോതലാമസിന്റെ വെൻട്രൽ പ്രൊജക്ഷൻ ആണ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഈസ് ദ വെൻട്രൽ പ്രൊജക്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറിക്ക് രണ്ട് ലോബാണ്, ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും. ആന്റീരിയർ ലോബ് വലുതാണ്, പോസ്റ്റീരിയർ ലോബ് ലക്ഷം ചെറുതാണ്. ആന്റീരിയർ ലോബിന് ഒരു 75% വലിപ്പമുണ്ട്, പോസ്റ്റീരിയർ ലോബിന് ഒരു 25% വലിപ്പമേ ഉള്ളൂ. പിറ്റ്യൂട്ടറി ഓൾസോ കോൾഡ് മാസ്റ്റർ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഓൾസോ കോൾഡ് മാസ്റ്റർ ഗ്ലാൻഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിറ്റ്യൂട്ടറി കൺട്രോൾ ഓൾമോസ്റ്റ് ഓൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ മിക്കവാറും എല്ലാ ഗ്ലാൻഡുകളെയും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയാണ്. അതുകൊണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഒരു പീ സൈസ്ഡ് സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ബോണി ക്യാവിറ്റിക്കകത്താണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ എ ബോണി ക്യാവിറ്റി കോൾഡ് സെല്ല ടേഴ്സിക്ക. Pituitary gland situated in a bony cavity called sella turcica of sphenoid bone. Sella turcica of sphenoid bone. Sphenoid bone എന്ന് പറയുന്നത് ക്രേനിയത്തിന്റെ ബോൺ ആണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇനി പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ലോബിനെ വിളിക്കുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡുലാർ എന്നാണ്. ഗ്ലാൻഡുലാർ, ഗ്ലാൻഡുകൾ ഉള്ളത്. അതായത് പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിന് മാത്രമേ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ, എന്ന് വെച്ചാൽ ഗ്ലാൻഡുലാർ ആയിട്ടുള്ളൂ. അപ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസിൽ മാത്രമേ ഗ്ലാൻഡുലാർ സെല്ലുകൾ ഉള്ളൂ. ആ ഭാഗത്ത് പറയും അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ്. ഈ അഡിനോ ഹൈപ്പോഫൈസിസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അഡിനോ ഹൈപ്പോഫൈസിസ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഏതൊക്കെയാണ്? പാർസ് ഡിസ്റ്റാലിസ്. ഇതും മുഴുവൻ അഡിനോ ഹൈപ്പോഫൈസിസ് ആണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. പാർസ് ഡിസ്റ്റാലിസ്. പാർസ് എന്ന വാക്കിന്റെ അർത്ഥം പാർട്ട് അല്ലെങ്കിൽ പോർഷൻ എന്ന് പറയും, ഒരു പോർഷൻ. ഓക്കെ, അപ്പൊ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞാല് ഈ അഡിനോ ഹൈപ്പോഫൈസിസിന്റെ ഈ ബൾജ് ചെയ്ത് കാണുന്ന അടിഭാഗത്തെയാണ് പറയാ പാർസ് ഡിസ്റ്റാലിസ്. ബൾജ്ഡ് ഡിസ്റ്റൽ പാർട്ട് ഈസ് കോൾഡ് പാർസ് ഡിസ്റ്റാലിസ്. രണ്ടാമത്തെ ഭാഗം പാർസ് ഇന്റർമീഡിയ. പാർസ് എന്ന് പറഞ്ഞ പോർഷൻ, ഇന്റർമീഡിയ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ്. അപ്പൊ ഇന്റർമീഡിയറ്റ് പോർഷൻ ആണ് പാർസ് ഇന്റർമീഡിയ. അഡിനോ ഹൈപ്പോഫൈസിസിന് രണ്ട് ഭാഗങ്ങളാണ്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയയും. പാർസ് ഇന്റർമീഡിയ സിറ്റുവേറ്റഡ് in between anterior and posterior lobe of pituitary. ഈ ആന്റീരിയർ ലോബിനെയും പോസ്റ്റീരിയർ ലോബിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു ബാരിയർ ആണ് ഈ പാർസ് ഇന്റർമീഡിയ. ഈ പാർസ് ഇന്റർമീഡിയ ഹ്യൂമൻ ബ്രെയിനിൽ അഡിനോ ഹൈപ്പോഫൈസിസിന്റെ മേലെ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അഡിനോ ഹൈപ്പോഫൈസിസ് തന്നെയാണ് പാർസ് ഇന്റർമീഡിയ സിറ്റുവേറ്റ് ചെയ്യുന്നത്. പാർസ് ഇന്റർമീഡിയ എന്ന് പറയുന്നത് ഒരു റിഡ്ജ് ഓഫ് ടിഷ്യൂ ആണ്. പാർസ് ഇന്റർമീഡിയ ഈസ് എ റിഡ്ജ് ഓഫ് ടിഷ്യൂ. ഇറ്റ് ഈസ് ഹൈലി വിസിബിൾ ഇൻ ഫീറ്റൽ ബ്രെയിൻ. ഒരു ഫീറ്റസിന്റെ ബ്രെയിനിലാണ് ഈ പാർസ് ഇന്റർമീഡിയ ഹൈലി വിസിബിൾ ആയിട്ട് കാണുന്നത്. ആ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ഡെവലപ്മെന്റ് പാർസ് ഇന്റർമീഡിയ സെൽസ് മേർജ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. ആ ഫീറ്റസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പാർസ് ഇന്റർമീഡിയയുടെ സെല്ലുകൾ പാർസ് ഡിസ്റ്റാലിസിലേക്ക് മെർജ് ചെയ്തു പോകും. അപ്പോൾ ഒരു അഡൽട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിൽ ഈ പാർസ് ഇന്റർമീഡിയ അത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണില്ല. അത് ഈ പാർസ് ഡിസ്റ്റാലിസിലേക്ക് മെർജ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പാർസ് ഡിസ്റ്റാലിസിനെ തന്നെ നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കാറുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി. പാർസ് ഡിസ്റ്റാലിസിനെ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നും വിളിക്കാറുണ്ട്. അഡിനോ ഹൈപ്പോഫൈസിന് രണ്ട് ഭാഗമേ ഉള്ളൂ, പാർസ് ഡിസ്റ്റാലിസും ഇന്റർമീഡിയയും. ഇന്റർമീഡിയറ്റ് പിന്നീട് മെർജ് ചെയ്ത് പോകും, പിന്നെ പാർസ് ഡിസ്റ്റാലിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആന്റീരിയർ ലോബില്
ഞാൻ പറഞ്ഞു ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആണുള്ളത്. ആന്റീരിയർ ലോബില് ഗ്ലാൻഡുലാർ ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ബ്രെയിനില് ന്യൂറോണുകൾ കുറവുള്ള ഒരു മേഖലയാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അവിടെ ഉള്ളത് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആണ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഒക്കെയാണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയില് ന്യൂറോൺസ് തന്നെയാണുള്ളത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ന്യൂറോൺസ് തന്നെ, അവിടെ ഗ്ലാൻഡുലാർ സെൽസ് ഇല്ല, മുഴുവൻ ന്യൂറോൺസ് ആണ്. അപ്പൊ ഈ ന്യൂറോൺ ഉള്ള ആ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ നമ്മൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. ന്യൂറോ ഹൈപ്പോഫൈസിന്റെ മറ്റൊരു പേരാണ് പാർസ് നെർവോസ. പാർസ് എന്ന പോർഷൻ ന്യൂറോണുകളൊക്കെ ഉള്ള പോർഷൻ ആണ് പാർസ് നെർവോസ, അല്ലെങ്കിൽ പറയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അങ്ങനെ. ഇനി നമ്മൾക്ക് ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള ഹോർമോണുകളുടെ കണ്ടക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.